അപ്പൊ ഇന്ന് നമുക്ക് ഒരു ആറ്റുവാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല അടിപൊളി മസാല ഒക്കെ ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ. ഇത് ആദ്യം നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാറുണ്ട്. അറിയാലോ, ഇത് ഇച്ചിരി പാടുള്ള പണിയാണ് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കല്. ഇപ്പൊ നമുക്ക് ആദ്യം പോയി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായി ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10-15 ചെറിയ ഉള്ളി, ഒരു 10 വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ നമുക്ക് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഒരു പാത്രത്തിലിട്ട് മാറ്റാം. ഇനി നമുക്കൊരു 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പുളിവെള്ളമാണ്, പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക, കുഴച്ചെടുക്കാനാണ്. നമ്മൾ അരപ്പെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നുണ്ട്. ഇതേ രീതി പീസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. മീനകത്ത് ഇട്ടു എല്ലാം ഒന്ന് അരപ്പ്. ഇതേപോലെ അല്ല, നമുക്കൊന്ന് എല്ലാ മീനിനകത്തും ഒന്ന് അരപ്പ് പിടിച്ചെടുക്കും. അപ്പൊ അത് നമ്മൾ നല്ല എല്ലാ മസാല നമ്മൾ തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടി കയറ്റി വെക്കണം. അടുത്ത് നമ്മൾ വെച്ചെടുത്തിരിക്കുന്ന പാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണക്കകത്ത് പൊരിച്ചാൽ അത് ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. ചൂടാകുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചിടാം. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് പൊരിക്കാൻ. അപ്പൊ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. കുറച്ച് സവാളയും കൂടെ ഒന്ന് നമ്മൾ റെഡി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴിക്കുകയാണെങ്കിൽ കിടക്കാച്ച ഐറ്റമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.